അച്ഛൻ വെറുതെ തീരുമാനം എടുത്തൊന്നും ആയിരിക്കില്ല. താൻ നിർബന്ധിച്ചു കാണും. ആ അതെ, പത്മമ്മയുടെ ഇതെടുത്ത് വലിച്ചെറിയാൻ പറഞ്ഞതാ. പക്ഷെ ദൈവത്തിന്റെ വിഗ്രഹം അങ്ങനെ വലിച്ചെറിഞ്ഞൂടാ. അയ്യോ, പാടില്ല പാടില്ല പാടില്ല, പാപം കിട്ടൂല്ലോ. ആ അതന്നെ. അപ്പൊ നമ്മൾ ഇതിനെ വിളക്ക് വെക്കണം, പൂജ ചെയ്യണം. അപ്പൊ ഈ ദൈവത്തിന്റെ പ്രസാദം നമുക്കുണ്ടാവും. ഓ അതെ, വിട്ടു തന്നാലേ ഈ വീട് മുഴുവൻ താ വിഗ്രഹങ്ങൾ വാങ്ങിച്ചു വെക്കില്ലേ? എന്നിട്ട് ഓരോന്നിനും ഓരോന്നായിട്ട് പൂജിക്കാനും തുടങ്ങും. അങ്ങനെയൊന്നും ഇല്ല സർ. ഇപ്പൊ കൊറേ കടകളിലെ വിഗ്രഹങ്ങളില്ലേ, വഴിവെക്കിലെ ദൈവങ്ങളുടെ പ്രതിമകളൊക്കെ വിൽക്കുന്നില്ലേ? അതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നാ നമ്മള് പൂജാമുറി വെക്കുവോ? ഈ വിഗ്രഹം നമ്മൾ ചിന്തിക്കാതെ നമ്മുടെ അടുത്തേക്ക് വന്നതാ. അങ്ങനെ വരുന്ന വിഗ്രഹങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു. അതെ, അവരെന്തോ ദുഷ്ടബുദ്ധി കാണിച്ചു കൊണ്ടുവച്ചതാ. ആയിക്കോട്ടെ, അത് തിരിച്ചറിയാനുള്ള ശേഷി ദൈവത്തിനില്ലേ? അവര് കാണിക്കുന്ന എന്താണെന്നും നമ്മൾ കാണിക്കുന്ന എന്താണെന്നും കൃത്യമായിട്ട് ദൈവത്തിനറിയാം. അപ്പൊ പിന്നെ എന്താ കുഴപ്പം? അയ്യോ, ഒരു കുഴപ്പമില്ലേ. ഇനി ഇത് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് വേറെ ചടങ്ങുകൾ വല്ലതും ഉണ്ടോ? അതിനി ഞാനായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? പറഞ്ഞാ മതി. ഈ വിഗ്രഹം തലയിൽ വെച്ചുകൊണ്ട് ഈ വീടിന് ചുറ്റും 16 തവണ നടക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും? ഒന്ന് പോയേ സാർ. ഇത് ചുമ്മാ താന്നിയൊരമ്മയുടെ വിഗ്രഹത്തിനടുത്ത് വെക്കും, അത്രേ ഉള്ളൂ. ഓ ഭാഗ്യം. അതെ, എന്നാലും ഒന്ന് സൂക്ഷിച്ചോ. ഇത് സ്പോൺസർ ചെയ്ത ആളുടെ പേര് ഗംഗയെന്നാ. സാറ് വേണമെങ്കിൽ കുറച്ചേരം പോയി കിടന്നോ. കിടക്കാനാ ഈ പകല? എന്തിന്? ആ ഗുണ്ടകളുമായിട്ട് അടിയുണ്ടാക്കിയതല്ലേ, ക്ഷീണം ഉണ്ടാവില്ലേ? എടോ, എനിക്കെന്ത് ക്ഷീണം? അതെ, താൻ വേണമെങ്കിൽ വാ, നമുക്ക് സിറ്റിയിലേക്ക് പോയിട്ട് അവിടെ വേണമെങ്കിൽ അതെ ആരെങ്കിലും കയറി വെറുതെ തല്ലാം. അതെന്തിനാ വെറുതെ തല്ലുന്നേ? എടോ, എനിക്കൊരു ക്ഷീണമില്ലാന്ന് തന്നെ ബോധ്യപ്പെടുത്തണമല്ലോ, അതിനു വേണ്ടിയാ. ക്ഷീണം ഇല്ലാന്ന് ബോധ്യപ്പെടുത്തുന്നത് ഗുണ്ടകളെ തല്ലിയിട്ടാണോ? വേണമെങ്കിൽ തല്ലാം, അത്രേ ഉള്ളൂ. വേണ്ട, ഞാൻ ഇതൊന്ന് എടുത്തു വെച്ചിട്ട് ചായ ഇട്ട് തരാം. പിന്നെ ചായ കുടിക്കാൻ നേരത്ത് ഗുണ്ടകള് വേണം? ചായ കുടിക്കാൻ അടുത്ത് ഗുണ്ടകളൊന്നും വേണ്ട. ചായ ഇടുന്ന താൻ തന്നെ ധാരാളം കേട്ടാ. ഒരു ചായ ഇട്ട് തന്നിട്ട് താൻ എന്റെ അടുത്തങ്ങ് ഇരുന്നാ മതി. അതെന്തിനാ? ഒന്നുമില്ല, ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോ താൻ കൗതുകത്തോടെ നോക്കിയിരിക്കുന്നത് കാണാനേ നല്ല രസാ. അപ്പോഴേ തന്റെ ഈ കണ്ണുകളില് ഒരു വല്ലാത്തൊരു തിളക്കമുണ്ട്. അതെ, താൻ കണ്ണാടിയിൽ പോയി നോക്കിയാ കാണില്ല, എന്റെ കണ്ണിലേ കാണാവൂ. അതെ, പെട്ടെന്ന് വാ, ചെല്ല്. അങ്ങനെയുണ്ടോ? അതെന്താ മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത സാറിന്റെ കണ്ണില് മാത്രം കാണുന്ന പ്രത്യേകത? ഓ, മറ്റാരെയും നോക്കാത്ത പോലെ സാർ എന്നെ നോക്കുന്നത്.